എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ഒന്നൊരാളെ ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മേ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടു കാണും. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടും. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല, രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ, ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുവല്ല. ഒരു കാര്യം ചെയ്യേ, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ട കുട്ടൻ മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ, ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. നീ ഇപ്പോഴേ പോകും, ഉറങ്ങാനും സമ്മതിക്കൂല.
സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ എൻ്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയിരുന്ന എല്ലാം കൂടി വലിച്ചൊരു കയറ്റുമ്പോൾ ആലോചിക്കണോർത്ത് ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറ് ആരോടാ ഉക്കരിച്ച സുബൈക്ക്? അപ്പൊ നീയല്ലേ ഇതിൻ്റെ അകത്ത്? ഞാനെങ്ങനെ അതിന്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിന്റെ അകത്ത് ആ ആരാ? ആരാകത്ത്? ഇതിന്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിന്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിന്റെ അകത്ത് ആരാന്ന്? ആരാ? ഹലോ, ഒന്ന് വാദം. അല്ലാ, ഇത് പ്രശ്നമുണ്ട്. എടാ വലിച്ചു പിടിക്കടാ, വലിച്ചു പിടിക്ക്. വലിച്ചു പിടിച്ചോട്ടാ. ഹലോ, പള്ളിക്കാത്തോ? പിടിച്ചോ? ബഹളം ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല പൊട്ടന വട്ടാണെങ്കിലോ? ഒന്ന് സൂക്ഷിച്ചോ. വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും. അതൊന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ കാണും. ആ മുജീബത്തി, ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും ഞാൻ. മിണ്ടല്ലേ, തുറക്കുന്നുണ്ട്. ഇവനോ? ഈ പന്നി അറിഞ്ഞ എന്താടാ പള്ളിക്കകത്ത് എനിക്ക് കാര്യം പറയടാ. ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ആള് ശരിയല്ല. അന്ന് പള്ളി നടയിൽ കിടന്നവന് പണ്ട് കിടന്ന് കറങ്ങണ്ട്. മുജീബ് അവനെ വെറുതെ വിട്ടിട്ട് പള്ളി കൊല്ലണ പന്നീനെ. ചിരിച്ചോണ്ട് നടന്ന് ഇരുന്നായിരുന്നല്ലേ. രണ്ട് ചാമ്പ് ചാമ്പിയാണല്ലോ, മണി മണി പോലെ പറയും കാര്യങ്ങൾ. വാവേ, നിന്റെ അഭിനയം കാണാൻ വന്നതല്ലേ ഞങ്ങള്. നാട്ടുകാരെ തല്ലുകൊള്ളണമെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാം മുജീബ്ക്ക? ഇവനെ നാല് കള്ളക്കഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ നമുക്ക് എന്നെ തല്ലാൻ നോക്കിയവനാ. കള്ള ഹിമറ് ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ ഷാജാനെ, കാര്യങ്ങൾ നമ്മളതിൽ നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ എന്തിനാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കും അവനോട്. ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ല്. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ. ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്കേ എന്തിനാ പള്ളി കയറി. നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കേ, അവൻ ചോദിക്കട്ടെ. എന്താണ്? ഒരബദ്ധം പറ്റിയടാ. അമ്മയുടെ സിസ്റ്ററല്ലേ?
നാട്ടുകാരോട് ഇങ്ങനെ പറയൂടാ. അയ്യോ പറയരുത്. അവരുടെ ഭർത്താവ് അടുത്ത് അയച്ചു വരും. അവരുടെ കുടുംബം താറുമാറായി പോവും. അത് മാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവരും അറിഞ്ഞാലാ അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഷാജാന് എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിഷമിക്കല്ലേ? നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോൾ 2 രൂപ തോന്നി. അപ്പോൾ നീ ഇങ്ങോട്ട് കയറി. അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ. വന്നടാ. എന്തായി ഷാജഹാനെ? ഉസ്താദേ, ഇതൊരു വലിയ വിഷയമൊക്കെയല്ലേ. കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ നീ പകന്നു പറയാതെ കാര്യം പറ. ഉസ്താദേ, ഇവൻ രാവിലെ ഓടാറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് കയറി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഉസ്താദേ. നല്ല കഥ. കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറിയേ. കക്കൂസെ പോകാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല ഉസ്താദെ, നമ്മളത്ര ദുഷ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇന്നേ വരില്ലാത്തൊരു ഓട്ടം ഇന്ന് തുടങ്ങുന്നത്. അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോൾ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം. ഇതിലെവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ മണി പോലെ കാര്യം പറയും. കൊടുക്കൂ സുലൈമാൻ അവന്റെ മോന്തയ്ക്കൊന്നും.